സ്വന്തം രാജ്യത്തിന്റെ തന്നെ നട്ടെല്ലൊടിക്കാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി. ഗവൺമെന്റ്. 2026 ജനുവരി 30 US നീതിന്യായ വകുപ്പ് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏകദേശം 3 ലക്ഷം പേജുകൾ അടങ്ങുന്ന രേഖകൾ പുറത്തുവിട്ടു. പക്ഷെ അതിനപ്പുറം ചില രേഖകൾ ലോകം കാണാൻ കിടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2026 ഫെബ്രുവരി 2 US പ്രസിഡന്റ് യാതൊരു ചർച്ചകളും പ്രതീക്ഷകളും ഇല്ലാതെ തന്നെ ഇന്ത്യ US വ്യാപാര കരാർ പൂർത്തിയായി എന്ന് ട്വീറ്റ് ചെയ്തു. മോദി ഇതിന് ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രിയോ വാണിജ്യ മന്ത്രിയോ ഈ കരാറിന്റെ ഒരു വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ ട്രംപ് ഇതിൽ ഏകകണ്ഠമായി പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതല്ല എന്നാണ്. പകരം US നിന്നും വെനിസ്വലയിൽ നിന്നും മേടിക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഈടാക്കുന്ന ഇറക്കുമതി തീരുവ 0% ആക്കി എന്ന് ട്രംപ് പറയുന്നു. മനസ്സിലാക്കണം, ഊർജം, ടെക്നോളജി, കൽക്കരി, ഭക്ഷ്യവസ്തുക്കള്, പഴവർഗ്ഗങ്ങള്, പച്ചക്കറികള് ഇതെല്ലാം ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് അമേരിക്ക കച്ചവടം ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കോ 18% നികുതിയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ കാർഷിക മേഖലയും ക്ഷീരമേഖലയും തകർക്കുന്നത് മാത്രമല്ല, നമ്മുടെ കർഷകരുടെ കയ്യിലേക്ക് കയറെടുത്തു കൊടുത്ത് തൂങ്ങിച്ചാവാൻ പറയുന്നതിന് തുല്യമാണ്. 50,000 കോടി രൂപയുടെ ഉൽപ്പന്നം ഇന്ത്യ മേടിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തുക കേന്ദ്ര സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം ചെലവാക്കാനിരിക്കുന്ന തുകയുടെ 85% വരും. കേരളത്തിൽ കിടന്ന് ഇനി ഒരുത്തനും വിലക്കയറ്റത്തിന്റെ പേരും പറഞ്ഞു കിടന്ന് കരയല്. കാരണം നിങ്ങളെപ്പോലുള്ള മന്ദബുദ്ധികൾ തന്നെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ബി.ജെ.പി. ഗവൺമെന്റിന് എഫ്സ്റ്റീൻ ഫയൽസിനെ പേടിയുണ്ടെങ്കിൽ സ്ഥാനമൊഴിയുക. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം കുരുതി കൊടുക്കുകയല്ല വേണ്ടത്. ഈ രാജ്യത്തെ 55% മനുഷ്യരും കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതം വഴിമുട്ടി പോകും.